ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന് സഹോദര സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയത് ആരാണ്? എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ പോയി വളരെ സ്നേഹത്തോടെ സത്യം കൃത്യമായിട്ട് കൊണ്ടുവരും. ആരാണ് കണ്ടെത്തട്ടെ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. ഉത്തരമില്ലാത്തത് ഒരു തെറ്റല്ല, കാര്യം വളരെ സങ്കീർണമായ വിഷയമാണ്. അതിന്റെ പേരിൽ ബാക്കി ആൾക്കാരെ കരിവാരി തേക്കാനും വിവാദത്തിലേക്ക് വലിച്ചഴക്കാനും നോക്കുന്നത് ദൗർഭാഗ്യകരമാണ്. 1991 പ്രിയദർശന്റെ അദ്വൈതം എന്ന സിനിമയുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് തന്നെ ദേവന്റെ തിരുവാഭരണം കെട്ടിട്ട് തന്ത്രിയെ കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ മേലിൽ പഴിചാരുമ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ എവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയാണോ മേൽശാന്തിയാണോ എടുത്തതെന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തരൂ. അതല്ല ഉദ്ദേശം. അതായത് വിദഗ്ധമായിട്ട് തന്ത്രിയുടെയും മേൽശാന്തിയുടെ ഒക്കെ പേര് ഇങ്ങനെ കൊണ്ടുവരുന്നതിന്റെ കാര്യം ഇന്ന് വെള്ളാപ്പള്ളി നരേശൻ സാർ തന്നെ വെള്ളാപ്പള്ളി നരേശൻ സാർ പറയാണ് അങ്ങനെ ദേവന്റെ സ്വത്ത് കട്ടുകൊണ്ട് പോയത് പോറ്റിമാരും നമ്പൂതിരിമാരുമാണ്. കാര്യം ഞങ്ങൾ ബ്രാഹ്മണർക്കോ നമ്പൂതിരിമാർക്കോ ഈ നാട്ടിൽ വോട്ടിംഗ് പവർ ഇല്ല, പൊളിറ്റിക്കൽ പവർ ഇല്ല, ആർക്കും ഈസി ആയിട്ട് കയറി നിരങ്ങാനും ആർക്കും കയറി കൊട്ടാൻ പറ്റുന്ന ചെണ്ടയാണ്. അതുകൊണ്ട് കാര്യമായിട്ട് കയറി കൊട്ടാം. മുഖ്യമന്ത്രി ഞങ്ങളെ ആരും അവരുടെ കാര്യം വിളിച്ചുകൊണ്ട് പോയി പരിപാടികൾക്കൊന്നും പോകില്ല, കാര്യം അത്രയും വോട്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് ബ്രാഹ്മണരുടെയും നമ്പൂതിരിമാരുടെയും പുറത്ത് കയറി അവരുടെ പുറത്ത് താളം ചവിട്ടി സ്വന്തം കള്ളത്തരത്തിൽ നിന്ന് മറക്കാൻ നോക്കരുത്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്